ഗൈസ്, രാവിലെ തന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുള്ള ലിസ്റ്റും കൊടുത്ത് ഞാൻ ഏട്ടനെ കടയിലേക്ക് പറഞ്ഞു വിട്ടു. എന്നിട്ടൊരു കുളിയും പാസാക്കി വരുമ്പോഴേക്ക് ഏട്ടൻ ഇതാ വന്നു കേട്ടോ. ഭയങ്കര ചൂടല്ലേ, വരുമ്പം സോഡയും സംഭാരവും വാങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്ലാസിന്റെ പകുതി ഭാഗം സംഭാരവും പകുതി സോഡയും കൂടെ ഒഴിച്ച് ശകല ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി അങ്ങ് കുടിച്ചാ എന്റെ പൊന്നോ. വീട്ടിൽ ചെന്ന സമയത്ത് അച്ഛനാണ് ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കി തരുന്നത്. ഉച്ചയ്ക്ക് ഇന്ന് ചെമ്മീൻ ചോറ് ഉണ്ടാക്കാന്ന് വിചാരിച്ച് കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. പാനില് വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിലധികം കറിവേപ്പില ഇട്ടുകൊടുത്ത് ഈ ചെമ്മീനെ ഒന്ന് പൊരിച്ചെടുക്കലാണ് ആദ്യത്തെ പണി. അധികം വേവില്ലാത്തതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് പാനിൽ നിന്ന് കോരിയെടുക്കാം. കുറച്ചും കൂടെ വെളിച്ചെണ്ണയുടെ ആവശ്യമുണ്ട്, അതുകൂടെ ഒഴിച്ചു കൊടുത്ത് സ്പൈസസ് ആണ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത്. പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, നൈസായിട്ട് അരിഞ്ഞ സവാള, തക്കാളി എല്ലാം കൂടെ വഴറ്റിയെടുക്കാം കേട്ടോ. നല്ലോണം വാടി വന്നതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല, ശകലം മല്ലിച്ചീരകപ്പൊടി, മല്ലിച്ചപ്പ്, പുതിന, പാകത്തിനുള്ള ഉപ്പ് ഇത്രയും കൂടെ ഇട്ട് കൊടുത്ത് അതിന് മുകളിലായിട്ട് നമ്മൾ കഴുകി ഊറ്റി വെച്ച അരി കൂടെ തട്ടി കൊടുക്കുക കേട്ടോ. 1-2 മിനിറ്റ് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് തേങ്ങ ചിരവിയത് കൂടെ ചേർത്ത് വീണ്ടും മിക്സ് ചെയ്ത് എത്രയാണോ നമ്മൾ അരി എടുത്തത് അതിന്റെ ഡബിൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യാം. വെള്ളത്തിലെ പാകത്തിനുള്ള ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ഒരു നാരങ്ങയുടെ പകുതി കൂടെ പിഴിഞ്ഞൊഴിക്കുക കേട്ടോ. 20-25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ചോറ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പൊരിച്ചു വെച്ച ആ ചെമ്മീൻ മേളിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം പോരാ, നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയും വേണം. ആ ചെമ്മീനൊക്കെ എല്ലാ ഭാഗത്തും എത്തണം. അപ്പൊ ഞാൻ കഴിക്കട്ടെ കേട്ടോ. കിട്ടിലും ടേസ്റ്റ് ആണേ. അപ്പോ ടാറ്റാ.